നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഒന്നാം അധ്യായം അർജുന വിഷാദ യോഗം കഴിഞ്ഞിരിക്കുകയാണ്. മുതൽ അർജുനൻ കൃഷ്ണന് ഉപദേശം കൊടുക്കുന്ന അർജുനനെ നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഗീതാ ഹൃദയത്തിലേക്ക് സ്വാഗതം. ഗുരുരാതിരനാദിശ്ച ഗുരു പരമദൈവതം ഗുരോ പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. അർജുന വിഷാദയോഗം എന്ന പ്രഥമ അധ്യായം അവസാനിച്ചിരിക്കുന്നു. രണ്ടാം അധ്യായം സാഖ്യയോഗം. ഇവിടെ മുതൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശങ്ങൾ നൽകി തേർത്തട്ടിൽ തളർന്ന് ദുഃഖിതനായി അവക്ഷീണിതനായിരിക്കുന്ന അർജുനനെ യുദ്ധപ്രാപ്തനാക്കി ഊർജ്ജസ്വലനാക്കി കൊണ്ടുവരുന്ന ഗീതോപദേശം ആണ് തുടങ്ങുന്നത്. അർജുനൻ്റെ ഗീതോപദേശം അർജുനൻ കേൾക്കുന്നത് പോലെ നാം ആ ഉപദേശങ്ങൾ ഭഗവത് വചനങ്ങൾ കേട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഭഗവാന്റെ ഓരോ വചനങ്ങളും, ഓരോ അറിവുകൾ, ഓരോ തത്വങ്ങൾ, കർമ്മം എന്താണെന്നും എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും ഒരു മനുഷ്യൻ എങ്ങനെയായി തീരണമെന്നും അർജുനന് ഉപദേശിക്കുന്നത് വഴി നമ്മെ ഉപദേശിക്കുകയാണ്. ആ ഉപദേശങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായി സഞ്ജയൻ പറയുന്ന ഒരു ശ്ലോകമാണ്. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടമശ്രുപൂർണകുലോക്ഷണം വിഷീദന്തമിതം വാക്യമുവാച മധുസൂദന. സഞ്ജയൻ പറഞ്ഞു, ഇപ്രകാരം കൃപാലുവായി തീർന്ന, കാരുണ്യ ഹൃദയവാനായി തീർന്ന ഭഗവാൻ മധുസൂദനൻ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന അർജുനനോട് ഇപ്രകാരം പറഞ്ഞു. ഈ ഭഗവാൻ ഉവാച കുതസ്ത്വാകസ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസർഗ്യമകീർത്തികരമർജുന ക്ലൈബ്യം മാ സ്മ ഗമഃ പാർത്ഥ നൈതത്വയ്യുപദത്തിരേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുന്നതാണ്, ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, ആചാര്യന്മാർ അഥവാ ശ്രേഷ്ഠരായവർ ഒരിക്കലും ഇങ്ങനെ ആചരിക്കില്ല. സ്വർഗപ്രാപ്തിക്ക് തടസ്സമുള്ളതും ദുഷ്കീർത്തിക്ക് കാരണവുമാകുന്ന മനസ്സിൻ്റെ ഉദാസീനത ഈ പ്രതികൂല സമയത്ത് നിനക്ക് എവിടെ നിന്നാണുണ്ടായത്? അർജുന, നീ ആണും പെണ്ണും അല്ലാത്തവനെ പോലെ പെരുമാറരുത്. ശത്രുക്കളെ തപിപ്പിക്കുന്ന പരന്തപ, ഇത് നിനക്ക് ചേർന്നതല്ല. ഈ തുച്ഛമായ ഹൃദയ ദൗർബല്യത്തെ കളഞ്ഞ് എഴുന്നേൽക്കൂ. ഇതാണ് ഈ രണ്ട് ശ്ലോകങ്ങളുടെ അർത്ഥം. അതായത് അർജുനൻ്റെ അന്ധഃകരണത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം, ബന്ധുക്കളോട് എതിരിടാൻ കഴിയത്തില്ല, എൻ്റെ ബന്ധുക്കളെയൊക്കെ ഞാൻ എങ്ങനെ കൊല്ലും? ആ മാറ്റത്തിനോട് ശ്രീകൃഷ്ണൻ ഭഗവാൻ നടത്തിയ സമീപനവും സഞ്ജയൻ ധൃതരാഷ്ട്രരോട് വിവരിക്കുകയാണ്. ഇവിടെ ശ്രീരാമചന്ദ്രനും ജനകനുമൊക്കെ ആര്യന്മാരായിരുന്നു. ശ്രേഷ്ഠന്മാരായ അവർ യുദ്ധമുഖത്ത് ഇത്തരത്തിലുള്ള ഒരു ഉദാസീനതയും കാണിച്ചിട്ടില്ല. അവരുടെ ആദർശങ്ങൾക്ക് വിരുദ്ധമായി അർജുനൻ്റെ ഈ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനോട്. നിൻ്റെ പൂർവികന്മാരൊന്നും ഇങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. അവരുടെ കാഴ്ചപ്പാടിനും ആദർശങ്ങൾക്കും എല്ലാം വിരുദ്ധമാണ് അർജുന നിൻ്റെ കാഴ്ചപ്പാട് എന്നൊക്കെ പറഞ്ഞ് അർജുനനെ നേരെ കൊണ്ടുവരുവാൻ, തീർത്തിട്ടിൽ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഭാഗമാണ് നാം ഇപ്പോൾ കേട്ടത്. ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. തുടർന്ന് അങ്ങോട്ട് നമുക്ക് ഭഗവത് വചനങ്ങൾ ശ്രദ്ധിക്കാം.
അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താം, അതിന് ശ്രമിക്കാം. അതാണ് ഞാൻ ചെയ്യുന്നത്. നമുക്കതാണ് ചെയ്യേണ്ടത്. മഹത്വചനങ്ങൾ കേൾക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമസ്കാരം. ശുഭസുദിനം.